السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഫർ മാസത്തിലെ നമ്മുടെ ഈ മജ്ലിസ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരോടും ഒന്നിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, മജ്ലിസിൽ പങ്കെടുക്കുന്ന, ദുആ ചെയ്യാൻ പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, വിഷമങ്ങളും, കടങ്ങളും, രോഗങ്ങളും, എല്ലാവിധ അസ്വസ്ഥതകളും അല്ലാഹു മാറ്റി ഫറഹ് സുറൂർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു ജന്നത്തിൽ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ രാവിൽ അല്ലെങ്കിൽ ഈ മജ്ലിസിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ സഫർ മാസത്തിൽ ഓതലും ചൊല്ലലും വലിയ പുണ്യമുള്ള പരിശുദ്ധമായ ദിക്ർ സ്വലാത്തുകളാണ് നമ്മൾ ചൊല്ലുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മുടെ മനസ്സിന്റെയൊക്കെ മുറാദുകളുണ്ട് ഒരുപാട്. ആ മുറാദുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ മജ്ലിസിൽ ചൊല്ലേണ്ടതും പറയേണ്ടതും നമുക്ക് പങ്കെടുക്കാം. അൽഹംദുലില്ലാഹ്. അതിന്റെ ബറക്കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരും, എല്ലാ പ്രയാസങ്ങളും മാറ്റി തരും എന്നുള്ള നെയ്യത്തോടു കൂടെ തന്നെ നമുക്ക് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. ആദ്യമായി പ്രിയപ്പെട്ടവരെ, ഈ സഫർ മാസത്തിൽ ഒരു നഹ്സ് നമ്മളെ ബാധിക്കാതിരിക്കാൻ, മാനസികമായ ഒരു അസ്വസ്ഥത നമ്മളെ ബാധിക്കാതിരിക്കാൻ, ഒരു ഷർറുകളും ബാധിക്കാതിരിക്കാൻ നമുക്ക് ഓതാൻ പറ്റിയ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള, ഇതിനേക്കാൾ മഹത്വമുള്ളൊരു വാക്ക് നമുക്ക് വേറെ പറയാനില്ല. അത്രയേറെ മഹത്വമുള്ള ദിക്റാണ് നമ്മൾ പറയുന്നത്. മനസ്സറിഞ്ഞ് എല്ലാവരും എൻ്റെ കൂടെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഓതാനുള്ള ദുആ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ബറക്കത്തെല്ലാം നൽകും. മരിച്ചാൽ ഷഹീദായി വഫാത്താകുന്ന കൂലി അല്ലാഹു തരും. ശുഹദാക്കളായി വഫാത്താകും ഈ ദുആ ഉണ്ടെങ്കിൽ, ആവർത്തി ഉണ്ടെങ്കിൽ എന്ന ഹദീസിൽ കാണാം. ആ ദുആ നമുക്കൊന്ന് ചൊല്ലിയാലോ? ജീവിതത്തിലും മരണത്തിലൊക്കെ സൗഭാഗ്യം കിട്ടുന്ന ശുഹദാക്കളുടെ മരണം കിട്ടുന്ന നല്ല ദുആ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് 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 വഫീമാ ബഅദൽ മൗത്ത്. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഓതാനുള്ളത്, നമ്മൾ ഒരുപാട് പേര് പല നിലക്കും രോഗങ്ങളുള്ളവരാണ്. ഷുഗറിന്റെ പ്രശ്നം, പ്രഷറിന്റെ പ്രയാസങ്ങൾ, കൊളസ്ട്രോളിന്റെ പ്രശ്നം, ഡെയിലി മരുന്ന് കഴിക്കുന്നവർ, അതേപോലെ ബ്ലോക്ക് തകരാറ്, സ്റ്റോക്ക് തകരാറ്, ഞരമ്പിന്റെ പ്രശ്നങ്ങൾ, കൈകാല് മുട്ടുകൾക്കൊക്കെ വേദന, പ്രയാസങ്ങൾ, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ, പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെ രോഗവും ഞങ്ങൾക്കെല്ലാം നീ രോഗശമനം നൽകണേ അല്ലാ എന്നുള്ള ഈ തേട്ടം. അൽഹംദുലില്ലാഹ്. ഈ ദുആ എൻ്റെ കൂടെ എല്ലാവരും റാഹത്തായി. അല്ലാഹുമ്മ ശ്ഫി അംറാദനാ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ശ്ഫി അംറാദനാ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ശ്ഫി അംറാദനാ യാ ശാഫിയൽ അംറാദ്. اللهم اشف امراضنا يا شافي الامراض. اللهم اشف امراضنا يا شافي الامراض.
അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത്, അള്ളാഹു ഒരുപാട് മുറാദുകൾ നമുക്ക് ഹാസ്വലാക്കി തരാൻ. നമ്മുടെയൊക്കെ മനസ്സിൽ നൂറുകണക്കിന് ഉദ്ദേശങ്ങളുണ്ട്, ഹലാലായ മുറാദുകളുണ്ട്. ഒരുപാട് പേര് ദുആയിൽ ഞങ്ങൾ ഓർക്കണം, ചേർക്കണം, മുറാദ് ഹാസ്വലാകാൻ വേണ്ടി ദുആ ഇറക്കണമെന്ന് ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദര സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസ്വലാക്കി തരാനുള്ള ദുആ ആത്മാർത്ഥമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ അല്ലാഹുമ്മ ഹസ്വിൽ മുറാദനാ യാ മുഹസ്വിലൽ മുറാദാത്. അല്ലാഹുമ്മ ഹസ്വിൽ മുറാദനാ യാ മുഹസ്വിലൽ മുറാദാത്. അല്ലാഹുമ്മ ഹസ്വിൽ മുറാദനാ യാ മുഹസ്വിലൽ മുറാദാത്. اللهم حسن مرادنا يا محسن المرادات. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹാജാത്തുകളെ വീട്ടി തരാൻ നമ്മുടെ ഉസ്താദുമാരും പൂർവീകരൊക്കെ റാഹത്തായി അള്ളാഹുവിനോട് ചൊല്ലിക്കൊണ്ടിരുന്ന ദുആ, എല്ലാ ഹാജാത്തുകളും, എല്ലാ ഹാജത്തുകളും അള്ളാഹു പെട്ടെന്ന് വീട്ടി തരും. ആ ദുആ നമുക്കൊന്ന് ചൊല്ലാം. ഒരുമിച്ച് കൂടി എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്. اللهم قضِ حاجاتنا يا قاضي الحاجات. അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ള പ്രിയപ്പെട്ടവരെ, എല്ലാവിധ ആഫാത്ത്, മുസീബാത്തുകൾ, ബലിയാത്തുകൾ, പരീക്ഷണങ്ങൾ, എല്ലാവിധ അപകടങ്ങൾ, ശുറൂറുകൾ, അതിനെ തൊട്ട് സലാമത്ത് കിട്ടുന്ന സലാമത്തിന്റെ പ്രഗത്ഭമായ ആയത്ത് നമ്മളൊക്കെ പതിവായിട്ട് ഓതുന്നവരാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് സിഹർ പോലും കണ്ണീർ പോലും ഏൽക്കാത്ത പരിശുദ്ധമായ സലാമത്തിന്റെ ആയത്താണ്. ദിക്ർ എന്നുള്ള നെയ്യത്തിൽ എല്ലാ അശുദ്ധിയുടെ സമയത്ത് ഉമ്മമാർക്കൊക്കെ ചൊല്ല റാഹത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ ഖുർആനിന്റെ ആയത്തിന്റെ കഷണം ചേർത്ത് വെച്ച അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് പാപങ്ങളും വലിയ തെറ്റുകൾ വരെ പൊറുക്കാൻ കാരണമാകുന്ന, മനസ്സറിഞ്ഞ് വേദനിച്ചിനി ചെയ്യൂല അല്ലാഹ്, സംഭവിച്ചു പോയി റബ്ബേ എന്നുള്ള വേദനയോട് നമ്മൾ ഒരു വട്ടം പറഞ്ഞാൽ എത്ര വലിയ തെറ്റും പൊറുക്കപ്പെടും. അങ്ങനെയുള്ള ഇസ്തിഗ്ഫാർ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ, അസ്തഗ്ഫിറുല്ലാഹൽ العظيم إنه كان غفارا، أستغفر الله 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 العظيم إنه كان غفارا. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികവും ഇങ്ങനെ ദുആ ചെയ്തു എന്ന് ഉമ്മുന ആയിഷത്തു തുഹറ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ദുആയാണ്. പതിവായി ഓതിയ ദുആയാണ്. നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ, ഉറച്ച ഈമാൻ ഉണ്ടാവും. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ ഈമാൻ ഉറച്ചു നിൽക്കും. ഒരു വസ്വാസും നമ്മുടെ കൽബിലേക്ക് വരൂല്ല. ഈമാൻ ഉറച്ചു നിൽക്കാൻ പറ്റിയ ദുആ എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ ആത്മാർത്ഥമായിട്ട്. اللهم يا مقلب القلوب ثبت قلبي على دينك، يا مقلب القلوب ثبت قلبي على دينك، يا مقلب القلوب ثبت قلبي على دينك، يا مقلب القلوب ثبت قلبي على دينك. اللهم يا مقلب القلوب ثبت قلبي على دينك، اللهم يا مقلب القلوب ثبت قلبي على دينك.
اللهم يا مقلب القلوب ثبت قلبي على دينك. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ മുഹദ്ദീസ് ശൈഖ് റളിയല്ലാഹു തആല പോലുള്ള ഔലിയാക്കൾ കൊണ്ടുവരുന്ന സ്വലാത്താണ്. നേർക്ക് നേരെ അവിടത്തിനെ കണ്ടുകൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്ത്. ഈ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേർക്ക് നേരെ നമ്മളോട് അള്ളാഹു നിങ്ങൾക്ക് സലാമത്ത് നൽകട്ടെ, ഗുണം നൽകട്ടെ എന്ന് തിരിച്ച് നമ്മളോട് റിട്ടേൺ പറയുന്ന ഏറ്റവും അത്ഭുതകരമായ സ്വലാത്താണ്. ഇത് കൂടെ എല്ലാവരും റാഹത്തായിട്ട് ചൊല്ലുക ഈ സ്വലാത്ത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മനോഹരമായ അവിടത്തിന്റെ മേൽ മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഒരുപാട് പുണ്യം കിട്ടുന്ന കൊച്ചു സ്വലാത്താണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച സ്വലാത്ത്. അള്ളാഹു അവരെ റഹ്മത്തിന്റെ നോട്ടം നോക്കും. അവർക്ക് കുടുംബത്തിൽ വലിയ സ്നേഹവും ഇഷ്ടമൊക്കെ കിട്ടും. നമ്മൾ എല്ലാ മുഹബ്ബീങ്ങളുടെയും നല്ലയാളായിട്ട് മാറും. വലിയ ബറക്കത്തുള്ള സ്വലാത്താണ്. സ്വപ്നത്തിൽ ഹബീബിനെ കാണുന്ന സ്വലാത്ത്. റാഹത്തായിട്ട് എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലിക്ക്. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ഖസീദത്തു കാഫ്, അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും കൂടെ ഉണ്ടാകുന്ന ബെയ്ത്താണ്. പരിശുദ്ധമായ ഈരടികളാണ് കഫാക്ക ബെയ്ത്ത്. അപ്പൊ റാഹത്തായിട്ട് എന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കമി നിൻകാന മിൻകലിക തകുറു കറൻ കറിൽ കറി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലിക കഫാക മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കി കൗകബൽ ഫലക കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കമി നിൻകാന മിൻകലിക തകുറു കറൻ കറിൽ കറി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലിക കഫാക മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കി കൗകബൽ ഫലക കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കമി നിൻകാന മിൻകലിക തകുറു കറൻ കറിൽ കറി ഫീ കബദി തഹ്കീമു സകസകതൻ കല്ലത് ലകൽ കലിക കഫാക മാ ബി കഫാ കൽ കാഫു ഖുർബതഹു യാ കൗകബൻ കാന തഹ്കി കൗകബൽ ഫലക.
അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഫാത്തിഹ ഓതി ദുആയിലേക്ക് കടക്കാം. ഈ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാര്, വേണ്ടപ്പെട്ട എല്ലാ മുഹബ്ബീങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൂലി കിട്ടണമെന്ന മോഹം വേണം. അതോടൊപ്പം നമ്മുടെ മരിച്ചുപോയ എല്ലാ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിലേക്ക് എല്ലാവിധ സന്തോഷങ്ങളും തുറന്നു കിട്ടാൻ നമ്മുടെ ഈ ഖിറാഅത്ത്, നമ്മുടെ ഫാത്തിഹ, നമ്മുടെ ദുആ ഒരു കാരണമാകണം. ആ നിയ്യത്ത് വെക്കണം. പ്രത്യേകിച്ച് ഈ സഫർ മാസത്തിൽ വഫാത്തായി പോയ ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്, ഒരുപാട് മഹത്വമുള്ള മഹാന്മാരുണ്ട്. അവരെയൊക്കെ നിയ്യത്തിൽ നമ്മൾ ചേർക്കണം. ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കരുതണം നമ്മൾ. അങ്ങനെ റാഹത്തായിട്ട് എല്ലാവരും ഒരു ഫാത്തിഹ മനസ്സറിഞ്ഞ് الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ الملك الجبار രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും ചൊല്ലിയതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാറ്റിന്റെയും മിഥിലതവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, ശുഹദാക്കള്, സുഹദാക്കള്, ഖൈറുൽ മുസ്ലിഹിന്റെ ആളുകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള്, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാരണവന്മാര്, ഉസ്താദുമാര്, പടച്ചവരെ, ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ സകലമാന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളുടെ സാവുക്കളാണല്ലാഹ്, പാപികളാണല്ലാഹ്, ദോഷികളാണല്ലാഹ്. ഞങ്ങളുടെ കണ്ണ് മോശമാണ്, കൽബ് മോശമാണ്, കാത് മോശമാണ്, നാവ് മോശമാണല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അഫൂ നൽകും, മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. പടച്ചവരേ, ഫിദ്ദുനിയാവൽ ആഖിറ ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാഹ്. പടച്ചവരേ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മജ്‌ലിസിൽ ഒരുപാട് പേര് രോഗികളാണല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. വേദനകള്, പ്രയാസങ്ങള്, വിഷമങ്ങള്, കടങ്ങള്, പടച്ചവരെ, ജോലിയില്ലാത്ത, വീടില്ലാത്ത, മക്കളില്ലാത്ത ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ പ്രശ്നത്തെയും പരിഹരിക്കുന്ന റബ്ബേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ഒരുപാട് പേര് ഒരുപാട് മുറാദുകൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവരേ, നിന്റെ ദീനിനോട് മഹബത്തുള്ള ഞങ്ങളോട്, നിന്റെ ഖാദിമീങ്ങളോട് മഹബത്തുള്ളവര് ഒരുപാട് ഉമ്മ ഉപ്പമാര്, സഹോദര സഹോദരിമാര്, പടച്ചവരെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ അവിടെ കുടുംബത്തിൽ ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ റാഹത്തിന്റെ ഇസ്സത്തിന്റെ സലാമത്തിന്റെ ഹിഫ്ളിന്റെ വാതിൽ തുറന്നു നൽകണേ അല്ലാ. എല്ലാ ശുറൂറുകളുടെ കവാടങ്ങളും അടച്ചു കളയണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങൾ ഖിദ്മത്തെടുത്തുകൊണ്ടിരിക്കുന്ന നാട്ടിലടക്കം ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന, ഞങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലാ. എല്ലാവർക്കും നീ സ്വർഗീയ സമ്മാനങ്ങൾ കൊണ്ട് പകരം കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങൾക്ക് ഖൈറായ മഴ നൽകണേ അല്ലാ. ഒരു ശർറും ഒരു അപകടങ്ങളും ഒരു കെണികളും ഒരു നാട്ടിലും നീ മഴ കൊണ്ട് കൊടുക്കല്ലേ അല്ലാ. പടച്ചോരേ, പല നാടുകളും മഴവെള്ളം കയറിയിട്ട് പ്രയാസത്തിലാണ്. സ്കൂളുകളിൽ പോകാൻ പറ്റാതെ, പടച്ചോരേ, മക്കൾക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ, ജോലിക്ക് പോകാൻ പറ്റാതെ ആരെല്ലാം എന്തെല്ലാം മഴ കൊണ്ട് പ്രയാസപ്പെടുന്നോ അതെല്ലാം നീ നീക്കി കൊടുക്കണേ അല്ലാ. പടച്ചവരെ, ലോക മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. ഫലസ്തീനിൽ പാവപ്പെട്ട മക്കള് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പടച്ചവരെ മരണതുല്യമായ പ്രയാസം കൊണ്ട് വേദനിക്കുന്നവരാണ്. അല്ലാഹുവേ, ആ മക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. ദൂരനാടുകളിൽ നിന്നുപോലും ഭക്ഷണം ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിലാക്കിയിട്ട് പടച്ചവരെ അരിയും പയറുമെല്ലാം അങ്ങനെ കടലിലേക്ക് വലിച്ചെറിയുകയാണ്. അള്ളാഹുവിനെ തവക്കുലാക്കി ഇത് ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾക്ക് എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് റബ്ബേ, അതിന്റെ എല്ലാം എത്രയോ ചിത്രങ്ങളും വാർത്തകളും കണ്ടവരാണ് നമ്മൾ. അല്ലാഹുവേ, പടച്ചവരെ, പാവപ്പെട്ട മക്കള് വിഷമിക്കുമ്പോ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാളെ അള്ളാഹു ചോദിക്കുമ്പോ പടച്ചവേ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഞങ്ങളെ ദുആ ചെയ്തിട്ടുണ്ട് അല്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, ഇനി ഒരാളെയും നീ പ്രയാസം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും അപകടങ്ങളും അപകടമരണങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ലേ അല്ല. ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളെ നോക്കിയിട്ട് കരയേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവരെ, കിടന്ന കിടപ്പില് ഇരുന്ന ഇരുപ്പില് ഞങ്ങളുടെ മജ്‌ലിസ് കേൾക്കുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന് കേൾക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും രോഗം കൊടുക്കുന്ന അല്ലാ, രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്ത് മരിക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, കന്നവന്മാർ, ഉസ്താദുമാര്, ഞങ്ങൾക്ക് അലിഫ് പറഞ്ഞു തന്ന പലരും റബ്ബേ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. ഞങ്ങളുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, ഗുരുനാഥന്മാര് എല്ലാവരെയും നിനക്ക് പ്രിയപ്പെട്ട മർലിയായ ഇബാദുകളിലേക്ക് ചേർക്കണേ അല്ലാ. പടച്ചവനെ, കമന്റിൽ ദുആ ചെയ്യാൻ പറയുന്ന എത്ര പേരാണ് അല്ലാഹുവേ, ക്ലാസ്സിൽ കമന്റിൽ പറയുന്നവർ എത്ര പേരാണ്. എല്ലാവരെയും നീ അനുഗ്രഹത്തിൽ സലാമത്തിലാക്കണേ റബ്ബേ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.